നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് പന്തല്ലൂർ ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. ഇന്ന് രാവിലെ 9:30യോടെയാണ് ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് ആഞ്ഞു വീശിയത്. 15ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു. ട്രാൻസ്ഫോമറും നിലംപൊത്തി. പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചു. പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു. പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും നിലംപതിച്ചിട്ടുണ്ട്. 5 മിനിറ്റിലധികം നീണ്ടുനിന്ന കാറ്റിലാണ് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചത്. വടക്കാഞ്ചേരി റോഡ് മുതൽ പന്തല്ലൂർ വരെയുള്ള ഭാഗങ്ങളിലായാണ് വ്യാപകമായി നാശനഷ്ടങ്ങളുണ്ടായത്. KSEB ജീവനക്കാരെത്തി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പോർക്കുളം പഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. കുന്നംകുളം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. നമ്മുടെ വില്ലേജ് ഓഫീസ് കെട്ടിടം വളരെ മനോഹരമായി പണി കഴിപ്പിക്കാൻ നമുക്കായി. കൊയിഞ്ചിക്കുന്ന് പട്ടികജാതി കോളനിയുടെ 1 കോടി രൂപ മുടക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഗതാഗതത്തിന് ഇത്തിരി മോശമായ 4 റോഡുകൾ, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടിയുള്ള റോഡുകളാണ്. അദ്ദേഹം ഗ്രാമീണ റോഡുകൾക്ക് 1000 കോടി രൂപ. അക്കിക്കാവ് കപ്പൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പഞ്ചായത്തിന്റെ ഭൂമിയിൽ 1500 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കാലങ്ങളായി പഞ്ചായത്ത് മൃഗാശുപത്രിയോട് ചേർന്നാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു.
പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നുവരികയാണെന്നും ഇതിന്റെ ഭാഗമായാണ് 25 ലക്ഷം ചിലവിട്ട് പോർക്കുളം ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നും എംഎൽഎ പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി.വി. നൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കരാറുകാരൻ അനന്തകൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ.സി. കുഞ്ഞൻ, അഖില മുകേഷ്, പ്രതിപക്ഷ നേതാവ് കെ.എ. ജ്യോതിഷ്, ആരോഗ്യകേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ പിങ്കി പോൾ, ഡോക്ടർ ഗീത എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 2 മണിവരെ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനവും മരുന്ന് വിതരണവും ഉണ്ടാകും. ക്ഷേത്രവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുവാൻ ശ്രമിക്കുന്ന ഭരണകർത്താക്കളാണ് ഇന്ന് ശബരിമല അയ്യപ്പ സംഗമം നടത്താൻ ശ്രമിക്കുന്നതെന്നും ഇതിനു പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നും BMS സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി. മുരളീധരൻ അഭിപ്രായപ്പെട്ടു. കേരള പ്രദേശ് ക്ഷേത്ര ഫെഡറേഷൻ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പ്രവർത്തകരെ സംഘടിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ദേവസ്വം ബോർഡുകളെ സർക്കാർ കാണുന്നത്. പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BMS സംസ്ഥാന സമിതി അംഗവും ഗുരുവായൂർ ക്ഷേത്ര കാർമ്മിക് സംഘം പ്രസിഡന്റുമായ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ. മഹേഷ്, തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കിടം, പത്മനാഭസ്വാമി ക്ഷേത്ര കാർമ്മിക് സംഘം ജനറൽ സെക്രട്ടറി EV ആനന്ദ്, തിരുവിതാംകൂർ ദേവസ്വം കാർമ്മിക് സംഘം പ്രസിഡന്റ് T. രമേശ്, സെക്രട്ടറി PR പുഷ്പരാജ്, ശബരിമല മുൻ മേൽശാന്തി കൂറ്റമ്പുള്ളി വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 5-ാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന കേരള പ്രദേശ് ക്ഷേത്ര കാർമ്മിക് സംഘം ഫെഡറേഷൻ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായി മന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി, ജനറൽ കൺവീനർ TC സേതുമാധവൻ, ട്രഷററായി MS മണികണ്ഠൻ തുടങ്ങി 51 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. തിരുവിതാംകൂർ ദേവസ്വത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെ അംഗീകാരമോ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ കേരളത്തിലെ മലബാർ മേഖലയിലെ ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്തുക്കളും മുഴുവനും ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം EMS നമ്പൂതിരിപ്പാട് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ ആ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിനുള്ള മൊത്തം വരുമാനങ്ങൾ മുഴുവൻ നവീകരിച്ച കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് അംഗങ്ങളായ MN നിർമ്മല, ഫസലുർ റഹ്മാൻ, P. ഘോഷ്, VV ഗിരിജ, സൗദ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കായിക മേഖലയ്ക്ക് മികവ് നൽകുന്നതിന്റെ ഭാഗമായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 31 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1-ാം ഘട്ട നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. തുടർ നവീകരണ പ്രവൃത്തികൾക്കായി ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും 50 ലക്ഷവും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 25 ലക്ഷവും ചേർത്ത് 1 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ കൂടി ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം അതിലാണ് നടന്നിരുന്നത്. അതിൻ്റെ പ്രവർത്തനം ഇങ്ങോട്ടും പുതിയ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അടിയന്തരമായി അതും കൂടി തുറന്നു കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഈ 3 കമ്മ്യൂണിറ്റികളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തർക്കമില്ല. അതൊന്നും ഉപയോഗശൂന്യമായി കിടക്കല്ല, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ്. അതുപോലെ തന്നെ നമ്മുടെ പകൽ വീടിൻ്റെ നവീകരണം, അതിൻ്റെ കുറച്ചുകൂടി അതിൻ്റെ പരിപാടികളോടെ ടൈലിടലും പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൂടി അതിൻ്റെ ഉദ്ഘാടനം നടക്കണം. കൊടമുക്ക് അംഗനവാടി അടുത്ത ദിവസം അതിൻ്റെ ഇന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാത്ത കാരണം കൊണ്ട് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഈ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ മാസവും അടുത്ത മാസവുമായിട്ട് ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. അത് ഈ MLA ഫണ്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ആഗസ്റ്റ് 15-നാണ് തിരുനാൾ. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ, പ്രദക്ഷിണം എന്നിവയുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ 5:45-നും 7-നും കുർബാനയുണ്ടാകും. ഉച്ചതിരിഞ്ഞ് 4-ന് തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം എന്നിവയ്ക്കു ശേഷം വർണ്ണമഴയുണ്ടാകും. 28-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ബാൻഡ് മേളവും അരങ്ങേറും. സഹവികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ സെബി താണിക്കൽ, KP പോളി, VK ബാബു, CK ഡേവിസ്, PRO ബിജു അന്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകും.
കുണ്ടൽ മേലേക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഊരാള കുടുംബാംഗമായ ആലത്തിയൂർ മനയിലെ ശ്രീദേവി അന്തർജനത്തിന്റെ ജന്മദിനം ക്ഷേത്രത്തിൽ വെച്ച് ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവാഹ യജ്ഞത്തിനിടയിലാണ് ഇക്കുറി ജന്മദിനം കടന്നുവന്നത്. വിവരമറിഞ്ഞതോടെ ക്ഷേത്രസേവാ സമിതി ജന്മദിനം ആഘോഷിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. പ്രശസ്ത ആയുർവേദ വൈദ്യൻ അന്തരിച്ച ആലത്തിയൂർ നാരായണൻ നമ്പിയുടെ പത്നിയാണ് ശ്രീദേവി അന്തർജനം. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് VT ശരത്, സെക്രട്ടറി മനോജ്, ട്രഷറർ ബാബു കാഞ്ഞിരപ്പറമ്പിൽ, മാതൃസമിതി പ്രസിഡന്റ് ഉഷ, സെക്രട്ടറി മഞ്ജുള, സേവാസമിതി അംഗം ദാസൻ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ 10 ദിവസമായി നീണ്ടുനിൽക്കുന്ന നവാഹ യജ്ഞത്തിന് ഞായറാഴ്ച സമാപനം കുറിക്കും. ക്ഷേത്രത്തിലെ ഗജപൂജയും ആനയൂട്ടും വെള്ളിയാഴ്ച നടക്കും. കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി നടത്തുന്ന വികലമായ വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംയുക്ത കർഷക തൊഴിലാളി CITUവിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് സംയുക്ത കിസാൻ മോർച്ച, കർഷക തൊഴിലാളി യൂണിയൻ, ട്രേഡ് യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അവകാശ ദിനം സംഘടിപ്പിച്ചു. ബഹിരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% കയറ്റുമതി തീരുവ ചുമത്തിയ ട്രംപിന്റെ ഏകപക്ഷീയ നടപടിക്കെതിരെ മോദി സർക്കാർ പ്രതികരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ ദിനം സംഘടിപ്പിച്ചത്. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ സമാപിച്ചു. തുടർന്ന് ട്രംപിന്റെയും മോദിയുടെയും കോലങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് പ്രേംരാജ് ചുണ്ടലത്ത് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, PG ജയപ്രകാശ്, MP പ്രവീൺ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഷാഹുൽ ഹമീദ് ധർണ ഉദ്ഘാടനം ചെയ്തു. INTCU നിയോജക മണ്ഡലം പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTCU ജില്ലാ സെക്രട്ടറി KV ഗീവർ, കേരള കോൺഗ്രസ് ജോസഫ്, KTUC സംസ്ഥാന സെക്രട്ടറി പ്രസാദ്, നേതാക്കളായ അനിൽ മാസ്റ്റർ, ഷാജി ആലിക്കൽ, ബിജു C. ബേബി, CV ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇമ്പിച്ചിഭാവ മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമീപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KH അക്ബർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. AS മനോജ്, V. അനൂപ്, V. വിദ്യാധരൻ, KV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിച്ചു. UDTF ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ STU മത്സ്യ ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. NITUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമൽ അധ്യക്ഷത വഹിച്ചു. NITUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ്, STU സംസ്ഥാന കമ്മിറ്റി അംഗം PP മൻസൂർ അലി, AK മൈദുട്ടി, CV തുളസിദാസ്, ധർമ്മൻ പുന്നയൂർ, CR മനോജ്, ഗോപി മനയത്ത്, KK ഹിറോഷ്, സെയ്ദ് മുഹമ്മദ് പോക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA തെരഞ്ഞെടുപ്പിൽ LDF നേതൃത്വം നൽകുന്ന സ്കൂൾ വികസന മുന്നണി വിജയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദിന്റെ നേതൃത്വത്തിലുള്ള പാനലിനെയാണ് പരാജയപ്പെടുത്തിയത്. PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, വൈസ് പ്രസിഡന്റ് PB ബിബിൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, വൈസ് പ്രസിഡന്റ് ശ്രീജ രാജേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർച്ചയായി 2ാം തവണയാണ് LDF പാനൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്നത്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അജ്ഞാത പുരുഷനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബ്ലാങ്ങാട് ബീച്ചിലെ തെക്കുഭാഗത്ത് ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കാവിമുണ്ടും ഷർട്ടുമാണ് വേഷം. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചാലിശ്ശേരി കവുക്കോട് MMA LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് 1000 പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. സംസ്കൃത പണ്ഡിതനും ഗവൺമെന്റ് IASE സംസ്കൃത വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, ഫിറോസ് അബ്ദുൾ ലത്തീഫ് നൽകിയ 50 പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കൂൾ ലൈബ്രറി നമ്മുടെ പദ്ധതി എന്നതിന്റെ ഭാഗമായി 8 മാസത്തിനുള്ളിൽ 1000 പുസ്തകങ്ങൾ ശേഖരിക്കാനാണ് ലക്ഷ്യം. സ്കൂൾ MPTA വൈസ് പ്രസിഡന്റ് അനാർ സുഷിതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ബാബു നാസർ, അധ്യാപകരായ K. നീനു പോൾ, M. ഷമീറ, KT അബ്ദുൾ അസീസ്, K. ഇജാസ് എന്നിവർ പങ്കെടുത്തു. മാറുന്നത് എന്നതിന് ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുള്ള നിങ്ങൾ അധ്യാപകര്
അതിന് പിന്തുണ കൊടുക്കുന്നതായിരിക്കുന്ന രക്ഷിതാക്കൾ, നിങ്ങൾ ഇവിടെ ഏതെങ്കിലും പല നാടുകളിൽ പല തരത്തിലുള്ള ലൈബ്രറികളിൽ അല്ലെങ്കിൽ പുതിയ അറിവ് നേടുന്നതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങുന്നതിനുള്ള വിത്താണ് പാകുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നാണ് മുതിർന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ ഭക്തസംഘടനയായ CLCയുടെ ശതാബ്ദി ഉദ്ഘാടനവും 99ാം വാർഷികവും ആഗസ്റ്റ് 15, 17 തീയതികളിൽ ആഘോഷിക്കും. 1926 മറ്റം ഇടവകയിൽ CLC സംഘടന സ്ഥാപിച്ച അന്നത്തെ വികാരിയായിരുന്ന ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ഛായാചിത്രം വെള്ളിയാഴ്ച രാവിലെ 7:30 ചൊവ്വന്നൂർ സെന്റ് തോമസ് പള്ളിയിലെ ഊക്കനച്ചന്റെ കബറിടത്തിൽ നിന്നും മറ്റം ഫൊറോന ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. ചൊവ്വന്നൂർ ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്യുന്ന റാലി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ എത്തിച്ചേരുക. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂരിന്റെ നേതൃത്വത്തിൽ ഛായാചിത്രം സ്വീകരിക്കും. ഓഗസ്റ്റ് 17 ഞായറാഴ്ച 6 മണിക്ക് തീർത്ഥകേന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികാഘോഷം മെൽബൺ രൂപത ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്യും. മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനാകും. അതിരൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സന്തോഷ് അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. അതിരൂപത CLC പ്രസിഡന്റ് ജെറിൻ ജോസ് മുഖ്യാതിഥിയാകും. അവാർഡ് ദാനവും കുരുന്നുകളുടെ പുഞ്ചിരി മത്സരവും ബേബി കിങ് ആൻഡ് ക്വീൻ, നസ്രാണി അച്ചായൻ അച്ചായത്തി തുടങ്ങിയ മത്സരങ്ങളും നടക്കും. വിവിധ കലാപരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നോടെ ചടങ്ങിന് സമാപനമാകും. LIC ഏജന്റ്സ് ഫെഡറേഷന്റെ 39ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളം LIC ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കളായ PV ജെയിംസ്, സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. LLIAF കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് KA റാഫേൽ അധ്യക്ഷനായി. ഫെഡറേഷൻ നേതാക്കളായ V വിശ്വനാഥൻ, NA നൌഷാദ്, PA റാഫേൽ, TI ജോൺസൺ, ഗിരീഷ് കുമാർ, KC ഗിരിജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും നടന്നു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992-93 SSLC ബാച്ച് വാഗമരത്തണൽ സ്കൂളിന്റെ ജൂനിയർ ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സികൾ സമ്മാനിച്ചു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി ടീം ക്യാപ്റ്റൻ സിനാന് ജേഴ്സികൾ കൈമാറി. സ്കൂൾ HM ഇൻചാർജ് ടോജൻ, വാഗമരത്തണൽ പ്രസിഡന്റ് OA ബഷീർ, സെക്രട്ടറി സുബൈർ, സ്കൂൾ SMC ചെയർമാൻ ശങ്കരൻ നാരായണൻ എന്നിവർ സംസാരിച്ചു. തിരുവത്താനി ആധ്യാത്മിക സമിതിയുടെ രാമായണ പരിക്രമണ യാത്ര ശനിയാഴ്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിക്കും. രാമായണ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി കർക്കിടകം 1 ആരംഭിച്ച യാത്ര 30 ദിവസം 30 ഭവനങ്ങൾ സന്ദർശിച്ച് രാമായണ പാരായണം നടത്തി. ശനിയാഴ്ച വൈകിട്ട് 5:30 അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്ര ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിക്കും. ബഹിരാകാശത്തിന്റെ വിസ്മയമറിഞ്ഞ് അൻസാർ സ്കൂൾ നടത്തിയ ദേശീയ ബഹിരാകാശ ദിനാഘോഷം വേറിട്ടതായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയുടെ കീഴിൽ സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ 8ാം ക്ലാസ്സുകാരൻ MK ഷെഹരിയാൻ പ്രതീകാത്മക റോക്കറ്റ് വിക്ഷേപണം നടത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇതോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും നടത്തി. തുടർന്നു നടന്ന ഉപന്യാസ രചനാ മത്സരത്തിൽ വിദ്യാർത്ഥികൾ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള മോഡലുകൾ നിർമ്മിച്ച് റോക്കറ്റ് മോഡൽ നിർമ്മാണ മത്സരവും നടത്തി. റാലിയിൽ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി 100ഓളം വിദ്യാർത്ഥികൾ അണിനിരന്നു. റാലിയുടെ ഫ്ലാഗ് ഓഫ് പ്രിൻസിപ്പൽ EM ഫിറോസ് നിർവഹിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,260 രൂപ, പവന് 74,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.